ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ഇന്ന് നിൽക്കുന്നത് വയറൻമരുതി എന്ന സ്ഥലത്താണ്. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി പെരിനാട്, ശബരിമല ക്ഷേത്രത്തിലേക്ക് പോകുന്ന പെരിനാട് എന്ന സ്ഥലമാണ് വയറൻമരുതി എന്ന് പറയുന്നത്. അതായത് പ്രകൃതി രമണീയമായ ഈ സ്ഥലം പ്രേക്ഷകരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വിഷ്വൽ ചെയ്യുന്നത്. കാരണം എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഈ സ്ഥലത്ത് 2 മലകളാണ് ഉള്ളത്. ഒന്ന് നിങ്ങൾ ഈ കാണുന്ന മല, ഈ മലയ്ക്കും അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടുള്ളൊരു മലയുണ്ട്. ആ മലയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര്. കാരണം ഈ 2 മലകളുടെയും ഇടയ്ക്കായി സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഈ ക്ഷേത്രത്തിലേക്ക് 450 പടികളാണ് നിലവിൽ ഉള്ളത്. 450 പടികൾ നമ്മുടെ ശബരിമല റൂട്ടിൽ പെരിനാട്ടിൽ നിന്നും കയറി വരുമ്പോൾ 450 പടികളാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. ഇവിടെ കൊടിമരം ഉണ്ട്. ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടിയാണ്. എങ്കിലും ഞാൻ ഈ സ്ഥലത്ത് വരുന്നത് ആദ്യമായിട്ടാണ്. ഞാനിങ്ങനെ സ്ഥലങ്ങളുടെയൊക്കെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നതും എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. ഇവിടെ ഭഗവാൻ മുരുകനാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ യോഗീശ്വരൻ ഉണ്ട്, നാഗരാജാവുണ്ട്, അതുപോലെ തന്നെ ശ്രീ ശിവപാർവതി, അങ്ങനെ എല്ലാ ഉപദൈവങ്ങളെയും പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ വന്നു പോകാറുണ്ട്. അതും ശാന്തസുന്ദരമായ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കും ഇവിടേക്ക് വരുവാൻ സാധിക്കും. ഇവിടെ വരികയും ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും സ്വാമിയെ കണ്ടു വണങ്ങി പോകുവാനും കഴിയും. ഈ സ്ഥലത്തിലേക്ക് വരേണ്ട വഴി മാടമൺ ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് കിടക്കുന്ന റോഡാണ്. വയറൻമരുതി എന്ന് പറയും. അത് ഏകദേശം അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററോളം കയറ്റമാണ്. ക്ഷേത്ര മുറ്റത്ത് വരെയും ഈ വാഹനങ്ങൾ എത്തുകയും ചെയ്യും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും ഇവിടെ നിന്ന് 2 മലനിരകളും നമുക്ക് ഇവിടെ നിന്ന് കാണുവാനും സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ നമ്മൾ പലയിടത്തും കാണാറുണ്ട്, ഒരു മലയുടെ മുകളിൽ നിന്നുകൊണ്ട് പല സ്ഥലങ്ങളും ദർശിക്കാൻ കഴിയും. പക്ഷേ ഇതിൻ്റെ അടിവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ നിന്ന് കാണാൻ ചെറിയ രീതിയിലേ കാണാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ പോലും ഇവിടെ നിന്ന് ഏകദേശം ഒരു ഡയറക്റ്റ് നോക്കിയാൽ ഒരു 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇത് കയറി വരുന്ന പടികളാണ്. 450 പടിയോളം ഏകദേശം ഞാൻ എണ്ണിയപ്പോഴുണ്ട്. അപ്പോഴേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 മലകളും കാണുകയും
അതുപോലെ തന്നെ ഇവിടെ വന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും കഴിയും. ഇനിയും ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം, നിർത്തട്ടെ.